ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം എന്നെ കാണിച്ചിരുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ വിൻ്ററൊക്കെ കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. തണുപ്പൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഞാൻ ഉപേക്ഷിച്ച് നമ്മളെ സാധാരണ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച്. ഇന്ന് ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് അറിയോ? ഞാൻ തോൺലേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇത് നമ്മളെ പുറത്തുള്ള കാഴ്ചയാണ്. ഗ്രേറ്റ് വെസ്റ്റേൺ ഹൈവേ എന്ന് പറഞ്ഞ റോഡിൽ കൂടി വണ്ടികൾ പോകുന്നുണ്ട്. ഞാൻ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണ്. ഞാൻ സെൻട്രൽ റൂട്ടിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി സ്ട്രാറ്റ്ഫീൽഡിൽ ഇറങ്ങണം. എല്ലാ സ്ഥലത്തും ഡിജിറ്റൽ ഡിസ്പ്ലേസ് ഉണ്ട്. ഇത് എസ്കലേറ്റർ ആണ്. നമ്മൾ പ്ലാറ്റ്ഫോം 1ലേക്കാണ് പോകുന്നത്. പാരാമീറ്റർ സ്റ്റേഷനിൽ 4 പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ റെയിൽവേ നെറ്റ്വർക്കിൻ്റെ മാപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് പ്ലാറ്റ്ഫോം 1. എല്ലാവരും ട്രെയിൻ വെയിറ്റ് ചെയ്യാണ്. ഇവിടെയും ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്. ട്രെയിൻ എത്ര സമയം കൊണ്ട് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ പ്ലാറ്റ്ഫോമിലും എസ്കലേറ്റർ ഫെസിലിറ്റി ഉണ്ട്, ലിഫ്റ്റിൻ്റെ ഫെസിലിറ്റി ഉണ്ട്. ഈ വീൽ ചെയർ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇറങ്ങാനും കയറാനുള്ള സൗകര്യമൊക്കെ എല്ലാ സ്റ്റേഷനിലും അവൈലബിൾ ആണ്. എല്ലാ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. ഞാനിപ്പോൾ ഉള്ളത് പ്ലാറ്റ്ഫോം 1ലാണ്. 1, 2, 3, 4 4 പ്ലാറ്റ്ഫോം ഉണ്ട്. എൻ്റെ ട്രെയിനിന് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ ട്രെയിൻ കയറി. ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ല. നിങ്ങൾ നേരെ മുന്നിൽ കാണുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഇവിടുത്തെ വിൻഡോസ് വലിയ ഗ്ലാസ് വിൻഡോസ് ആണ്. അതുകൊണ്ട് നമുക്ക് വ്യൂ ഒക്കെ അടിപൊളിയായിരിക്കും. അങ്ങനെ ഞാൻ സ്ട്രാറ്റ്ഫീൽഡിലെത്തി. സ്ട്രാറ്റ്ഫീൽഡ് സ്റ്റേഷനാണിത്. ഇത് നമ്മൾ പിന്നെ മെയിൻ സിറ്റിന്ന് നമ്മളൊരു എന്താ പറയണ്ടേ, ഔട്ട്സ്കേർട്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് അവിടെ സ്റ്റേഷനിൽ കാണുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഞാൻ പോണ്ടത് പിന്നെ തോൺലേ. അവിടത്തേക്ക് പ്ലാറ്റ്ഫോം നമ്പർ 6 ന്നാണ് ട്രെയിൻ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. നമുക്ക് കേറാൻ വേണ്ടിയിട്ടുള്ള പാസേജ് ഉണ്ട്. ഇവിടെ എസ്കലേറ്റർ ഇല്ല. 2 സൈഡിലും ഹാൻഡ് റെയിൽസ് ഉണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും സ്റ്റേഷനിൽ ട്രെയിൻ കയറി. ഓരോ സ്റ്റോപ്പിലും നിർത്തുന്നുണ്ടായിരുന്നു. കുറേ സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു തോൺലയിൽ എത്തുന്നതിന് മുന്നേ. പിന്നെ ട്രെയിനിൽ ഞാൻ പറഞ്ഞല്ലോ 2 സെക്ഷൻ ഉണ്ട്. മേലെ നമുക്ക് മേലെയും ഇരിക്കാം, താഴെയും ഇരിക്കാം. ഞാൻ താഴെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ആദ്യം. അപ്പൊ നമ്മള് പിന്നെ താഴെ ഇരിക്കുമ്പോ നമ്മള് പ്ലാറ്റ്ഫോമിന്റെ ക്ലോസ് ആയിട്ടാണ് നമ്മളെ വിൻഡോ വരിക. നമുക്ക് മൂവ് ചെയ്യുമ്പോ നമ്മളിങ്ങനെ എന്താ പറയണ്ടേ, പ്ലാറ്റ്ഫോം ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രെയിൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ നാട്ടിലെ ട്രെയിൻ അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെ ഇവിടെ നല്ല പൊല്യൂഷനൊക്കെ വളരെ കുറവാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ നല്ലതാണ്. നമ്മള് പിന്നെ എന്താ പറയണ്ടേ, സിറ്റീന്ന് ഔട്ട്സ്കേർട്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് റെയിൽവേ കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര സൗകര്യമുണ്ട്. ഇവിടെ എല്ലാ സ്റ്റോപ്പുകളിലും എല്ലാ സ്ഥലത്തും സ്റ്റേഷൻസ് ഉണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സിറ്റിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മുന്നോട്ടേക്ക് യാത്ര ചെയ്യാണ്. നമ്മളെ വലിയ വിൻഡോയിലൂടെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ആൾക്കാരൊക്കെ കുറഞ്ഞു 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 വരുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റോപ്പ് കഴിയുമ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. കുറേ മരങ്ങളുണ്ടായിരുന്നു 2 സൈഡിലും. പിന്നെ അവിടെ വീടുകളൊക്കെ ഉണ്ട്. ബിൽഡിങ്സ് ഒക്കെ അവിടെയുണ്ട്. എന്നാലും കൂടുതൽ മരങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നല്ലൊരു കാഴ്ചയായിരുന്നു. പിന്നെ വിൻഡോ ഒക്കെ കുറച്ച് മണ്ണ് പിടിച്ചോണ്ട് ആ ഒരു വിഷ്വൽ ക്ലാരിറ്റി കുറച്ച് കുറയുന്നുണ്ട്. അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. കാരണം എന്താ വെച്ചാൽ വിൻഡോ കുറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് തോൺലേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെയാണ് കാഴ്ചകൾ. അപ്പോ അപ്പുറത്തെ സൈഡിൽ ബിൽഡിങ്സും പിന്നെ മരങ്ങളും അങ്ങനെ എന്താ പറയണ്ടേ, ഇതൊരു പുഴ കടക്കുന്നതാണ്. ആ പുഴ കടന്നിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതാണ്. ഒരു ലോങ് റെയിൽവേ നെറ്റ്വർക്ക് തന്നെ സിഡ്നിയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യാൻ പറ്റും. കാരണം ഈ റെയിൽവേ ട്രെയിൻ ഉള്ളത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എല്ലാ സ്റ്റേഷനിലും പിന്നെ എവിടത്തേക്ക് പോകണ്ടേ, പ്ലാറ്റ്ഫോം ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റോപ്പിലും ആൾക്കാർ ഇറങ്ങാനും കയറാനൊക്കെ ഉണ്ട്. പിന്നെ സിറ്റിന്ന് ഞാൻ പറഞ്ഞല്ലോ ഔട്ട്സ്കേർട്സിലേക്ക് വരുന്നതുകൊണ്ട് ആൾക്കാർ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ ട്രെയിനിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. സീറ്റുകളൊക്കെ നല്ല എന്താ പറയുക, നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയത്. നല്ലൊരു സുഖമുണ്ട്. ഒരു കുഷൻ ഉള്ളത് കൊണ്ട് നല്ല സുഖമുണ്ട്. അതുപോലെ തന്നെ അത് അഡ്ജസ്റ്റബിൾ ആണ്. നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് അത് വലിച്ചു കഴിഞ്ഞാൽ ഡയറക്ഷൻ മാറ്റാൻ പറ്റും സീറ്റിന്റെ.
പിന്നെ ഒരു സൈഡിൽ 3 സീറ്റും മറ്റേ സൈഡിൽ 2 സീറ്റാണുള്ളത്. ഇത് താഴത്തെ പിന്നെ സെക്ഷനാണ്. നമ്മൾ ട്രെയിനിലേക്ക് കയറിക്കഴിഞ്ഞാൽ മുകളിലും താഴെയും നമുക്ക് ഇരിക്കേണ്ട സൗകര്യമുണ്ട്. അപ്പോൾ ഇത് താഴെയാണ് ഇപ്പം ഞാനുള്ളത്. വിൻഡോസ് ആണ്. എല്ലാ വ്യൂവും നമുക്ക് കിട്ടും വിൻഡോയിലൂടെ. പുറത്തെ കാഴ്ചകളൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നല്ല സ്കൈ ഒക്കെ നല്ല ക്ലിയർ ആണ്. നല്ല വെയിലുണ്ട് ഇന്ന്. ഇത് താഴെക്കൂടി വണ്ടികളൊക്കെ പോകുന്നുണ്ട്. റോഡിന്റെ മുകളിൽ കൂടിയുള്ള ബ്രിഡ്ജിലേക്ക് കൂടിയൊക്കെ യാത്ര ചെയ്യുന്നതാണ് നമ്മൾ. ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരുന്നു ട്രെയിൻ യാത്ര. നമ്മൾ അധികവും ട്രെയിനിൽ തന്നെയാണ് പോവാറ്. പിന്നെ ഇത് നമ്മളെ സീറ്റിന്റെ മെറ്റീരിയൽ ഒരു വെൽവെറ്റ് മെറ്റീരിയലാണ്. കുറച്ച് നല്ല സ്പോഞ്ചി ആയതുകൊണ്ട് നമുക്ക് ഇരിക്കാനും ചാർന്നിരിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. നമുക്കത് പിടിച്ച് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ് മഞ്ഞ നടുവിലുള്ള സീറ്റ്. മുന്നോട്ടും ബാക്കോട്ടേക്കും പിടിച്ച് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെന്താ ഇതൊക്കെയാണ്. പിന്നെ നമ്മളെ സിഡ്നി പരാമറ്റയിൽ നിന്നും ഞാൻ സ്ട്രാറ്റ്ഫീൽഡ് വന്നു. സ്ട്രാറ്റ്ഫീൽഡിൽ നിന്ന് ഞാൻ തോൺലേയിലേക്ക് പോവാണ്. എവിടെയാ പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. അവരുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. പിന്നെ അവരിവിടെ സിഡ്നിയിലാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറേ ആയി എന്നെ വിളിക്കുന്നു വരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വന്നിട്ടൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ അവരും ഫ്രീ അല്ല, നമ്മളും ഫ്രീ അല്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഫ്രീ ആണ് കേട്ടോ. പക്ഷെ എനിക്ക് പോകാനൊന്നും അറിയാത്തതിന്റെ പ്രശ്നമാണ്. അങ്ങനെ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും വരാം. അവരും വിളിച്ചു. അവരും ഫ്രീ ആന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ പോയിട്ട് തന്നെ ഒന്ന് കണ്ടിട്ടൊക്കെ വരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. എൻ്റെ നേരെ മുന്നിൽ ഒരു വൈറ്റ് മാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ വിന്റർ ഒക്കെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. തണുപ്പൊക്കെ കുറഞ്ഞ് എല്ലാവരും സ്വെറ്ററിന്ന് പുറത്തേക്ക് വന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. കുറച്ച് എന്താ പറയണ്ടേ, ഈ ട്രെയിൻ പോലെയല്ല, വേറൊരു ടൈപ്പ് ഓഫ് ട്രെയിൻ ആണത്. അതിന്റെ ഡോറൊക്കെ ഓട്ടോമാറ്റിക് അല്ല. നമ്മൾ ഈ പോകുന്ന ഈ ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ ഫുള്ളി ഓട്ടോമാറ്റിക് ഡോറൊക്കെയാണ്. നമ്മൾ കയറാനും ഇറങ്ങാനൊക്കെ അത് തുറന്നു തരും. നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ പിന്നെ എസി ഒക്കെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ചൂട് കാലത്ത് ചൂട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാം കൊണ്ടും നല്ല കംഫർട്ട് ആയിട്ടുള്ള യാത്രയാണ് ഇവിടുത്തെ ട്രെയിനിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും എല്ലാ ഫെസിലിറ്റി പാരാമീറ്റർ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. പിന്നെ ബാക്കിയുള്ള സ്റ്റേഷനിലൊക്കെ ഡിജിറ്റൽ ഡിസ്പ്ലേ അങ്ങനെയൊക്കെ ഉണ്ട്. ചില സ്ഥലത്തൊക്കെ ഈ ലിഫ്റ്റ് ഫെസിലിറ്റി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ചെറിയ ചെറിയ സ്റ്റേഷനിലൊന്നും അതൊന്നും ഇല്ല. പക്ഷേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എല്ലാം ഒരു നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സ്റ്റേഷനാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. അതുകൊണ്ട് അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. എല്ലാ കാര്യങ്ങളും അവിടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് സിഡ്നിയിലെ കാര്യങ്ങള്. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് പേടിയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഫോണും ഉണ്ട്, കാർഡും ഉണ്ട്. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിളിച്ചു പറയാലോ. അതുകൊണ്ടുള്ള പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ നാട്ടിലും ആൾക്കാർ ഹെൽപ്ഫുൾ ആണല്ലോ. അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഒരു ത്രെട്ടൊന്നും അല്ല നമുക്ക്. എവിടെ പോകുമ്പോ യാത്രയൊന്നും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ സ്ഥലത്തും ഓരോ അതിൻ്റെതായ ആൾക്കാരുണ്ടാവും. നമുക്ക് ചോദിച്ചാൽ അവരെല്ലാം പറഞ്ഞു തരും. പിന്നെ ഇതൊരു പാർക്കാണ്. ഞാനിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കണ്ട ഒരു പാർക്കാണ്. കുട്ടികൾക്കൊക്കെ കളിക്കുന്നയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെയുണ്ട്. കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ തന്നെ മനസ്സിലാക്കി എന്താ പറയാ, ഔട്ട്സ്കേർട്ടിലേക്ക് പോവാണ്. നമ്മൾ സിറ്റിന്ന് മാറിയിട്ട് കുറേ മരങ്ങളും ചെടികളും ഒക്കെയുള്ള ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നി ഇതൊക്കെ കണ്ടിട്ട്. അങ്ങനെ നമ്മളെ ട്രെയിൻ യാത്രയാണിത്. മേലേല് ലൈറ്റൊക്കെ ഉണ്ട് നമ്മളെ ട്രെയിനിൽ. പിന്നെ എന്താ പറയാ, കംഫർട്ട് ആയിട്ടുള്ള ട്രാവലിംഗ് ആണ്. ഇതാ ഞാൻ പറഞ്ഞേ. ഞാൻ എന്നിട്ട് മെല്ലനെ എൻ്റെ താഴെയും നേരെ നമ്മള് ട്രെയിനിൽ കേറി കഴിഞ്ഞാൽ നിൽക്കുന്ന സ്പേസസ് ആണ് കേട്ടോ ഇത്. ഇത് നെക്സ്റ്റ് ബോഗിയിലേക്ക് പോകാൻ വേണ്ടി ആ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ തുറക്കും. നെക്സ്റ്റ് ബോഗിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് വരും. അങ്ങനെ ഇത് മേലത്തെ സെക്ഷൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ 2 സെക്ഷൻ ഉണ്ട്. മേലത്തെ സെക്ഷന്റെ വ്യൂ ആണിത്. അപ്പോൾ ഇവിടെയും കുറച്ച് ആൾക്കാരുണ്ട്. ഇവിടെ അങ്ങനെ തന്നെ ഒരു സൈഡ് 2 സീറ്റും മറ്റേ സൈഡിൽ 3 സീറ്റും ആണ് ഉള്ളത്.
അങ്ങനെ നമ്മൾ ട്രെയിനിലിങ്ങനെ മുന്നോട്ട് പോവാണ്. ഇനിയും മുന്നോട്ട് കുറച്ച് യാത്ര ചെയ്യാനുണ്ട് ടോൺലേയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാന് ജനലിലേക്ക് കൂടി പുറത്തെ കാഴ്ചകളും ഇതിനുള്ളിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. കുറേ അപ്പൂപ്പന്മാരൊക്കെ സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു എൻ്റെ നേരെ നെക്സ്റ്റ്. പിന്നെ ഞാൻ അവരെ വീഡിയോ എടുത്ത് വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന് വെച്ച് കുറച്ച് വീഡിയോ പുറത്തേക്കൊക്കെ എടുത്ത്. പിന്നെ ഇത് നമ്മുടെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഇത് ബാക്കിലെ സീറ്റാണ്. പിന്നെ നമുക്ക് കേറുമ്പോം പിടിച്ച് കേറാനൊക്കെയുള്ള നല്ല സൗകര്യമുണ്ട്. ഇറങ്ങുമ്പോം പിടിക്കാനുള്ള ഹാൻഡ് റെയിൽസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കേറാനും ഇറങ്ങാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോ ഇത് പുറത്തെ കാഴ്ചകളാണ്. കുറേ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓപ്പോസിറ്റ് ഒരു ട്രെയിന് പോകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ മുന്നോട്ട് പോവാ. ഉം. ഇവിടുത്തെ ട്രെയിനിലെ യാത്ര എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയണ്ടേ, കംഫർട്ട് ആയിട്ടുള്ള ഒരു ട്രാവൽ ആയതുകൊണ്ട് നമുക്കങ്ങനെ ബോറടിക്കുന്നില്ല. ആഹ് നമുക്ക് ചൂട് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഓൾറെഡി ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് കുറച്ച് ചൂട് നമ്മള് ഇഷ്ടപ്പെടും. പിന്നെന്താണ്? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പോ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ. ഇനി പുതിയ വീഡിയോയിൽ കാണാം നമുക്ക്. ഇത് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളൊക്കെയാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനങ്ങനെ വലിയ വീഡിയോ ചെയ്യുന്ന ഒരു വിദഗ്ധയൊന്നും അല്ല. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. താങ്ക് യു.